ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ലയെ ഹോളി സെപ്പിൾച്ചർ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞ സംഭവത്തിൽ വിശദീകരണവുമായി ഇസ്രായേൽ അധികൃതർ. വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കർദിനാളിനെ തടഞ്ഞതിൽ ദുരുദ്ദേശപരമായ ലക്ഷ്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രായേൽ പോലീസ് വ്യക്തമാക്കിയത്. ഓശാന ഞായർ ശുശ്രൂഷകൾക്കായി എത്തിയ കർദിനാളിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞത് വലിയ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതപരമായ കീഴ്വഴക്കങ്ങൾക്കും സ്റ്റാറ്റസ് കോ കരാറുകൾക്കും വിരുദ്ധമായാണ് ഈ നടപടിയെന്ന് കത്തോലിക്ക സഭാ നേതൃത്വം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. വത്തിക്കാൻ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് ഇസ്രായേൽ പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുണ്ടായ ആശയവിനിമയത്തിലെ പാളിച്ചയാണ് ഇതെന്നും മനഃപൂർവ്വം ആരാധന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിനു ശേഷം സഭാ നേതൃത്വവും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയിൽ വരാനിരിക്കുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ധാരണയായിട്ടുണ്ട്. ഹോളി സെപ്പിൾച്ചർ ദേവാലയത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ജെറുസലേമിലെ ക്രൈസ്തവർക്കും തീർത്ഥാടകർക്കും ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു. തർക്കങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ ഈസ്റ്റർ വരെയുള്ള ചടങ്ങുകൾ സമാധാനപരമായി നടക്കുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ. അതേസമയം വിശദീകരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്ത് വന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിശുദ്ധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാൻ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നുണ്ട്. ഒരു ആക്രമണത്തിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വിശുദ്ധ ഖബറുടെ ദേവാലയത്തിന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയാണ് പതിച്ചത്. ആരാധകരുടെ സുരക്ഷ മുൻനിർത്തി ജെറുസലേമിലെ പഴയ നഗരത്തിലുള്ള ക്രൈസ്തവ മുസ്ലിം ജൂതവിരുദ്ധ കേന്ദ്രങ്ങളിൽ ആരാധന നടത്തുന്നതിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ എല്ലാ മതവിശ്വാസികളോടും ഇസ്രായേൽ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സുരക്ഷയിലുള്ള പ്രത്യേക ആശങ്ക കാരണം ഹോളി സെപ്പിൾച്ചർ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർദിനാൾ പിസബല്ലയോട് ആവശ്യപ്പെടുകയുണ്ടായി. സുരക്ഷാപരമായ ഈ ആശങ്ക എനിക്ക് മനസ്സിലാകുമെങ്കിലും കർദിനാൾ പിസബല്ലയുമായി ബന്ധപ്പെട്ട ഈ സംഭവം അറിഞ്ഞയുടൻ തന്നെ പാത്രിയാർക്കീസിന് അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരം ശുശ്രൂഷകൾ നടത്താൻ സൗകര്യമൊരുക്കാൻ ഞാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി.